ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പുതിയ പാഠത്തിലേക്ക് പോവുകയാണ്. 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 4ാമത്തെ അധ്യായമായ ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പാഠമൊന്ന് വായിക്കാം. നമ്മുടെ പൂർവികർ കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും ഗുഹകളിൽ താമസിച്ചും കഴിഞ്ഞിരുന്ന ചരിത്രം ഓർക്കുമല്ലോ. ഇന്ന് അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകുമോ? മുട്ടുസൂചി മുതൽ കൃത്രിമ ഉപഗ്രഹം വരെ എണ്ണിയാൽ തീരാത്തത്ര സാധനങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരൊന്ന് എഴുതി നോക്കൂ. നമുക്കൊക്കെ അറിയാമല്ലേ, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് സാധാരണ ഓരോ ദിവസവും ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ അങ്ങനെ എഴുതി നോക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമല്ല. നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്. ആദ്യം കാണുന്ന വസ്തുക്കൾ എണ്ണിയാൽ പോലും നിങ്ങൾക്കൊരു 10-20 വസ്തുക്കൾ ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് പേന, പുസ്തകം, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, അതല്ലെങ്കിൽ നിങ്ങളിട്ടിരിക്കുന്ന ഷർട്ട്, പാൻസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉരുത്തിരിയുകയാണ്, എന്താണ് സാധനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ പറഞ്ഞു ഒരുപാട് സാധനങ്ങളുടെ പേര് നമുക്ക് എഴുതാൻ പറ്റുമെന്ന്. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിൽ സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് ഗുഡ്സ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളാണ് സാധനങ്ങൾ. അപ്പോൾ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കണം, അതുപോലെ നമുക്ക് കാണാൻ പറ്റണം, തൊട്ടു നോക്കാനും പറ്റണം. അത്തരത്തിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ എഴുതി കുറേ സാധനങ്ങളുടെ പേര് എഴുതിയല്ലേ? ആ സാധനങ്ങൾക്കെല്ലാം നമ്മളിപ്പോൾ മേൽപ്പറഞ്ഞ സവിശേഷതകളുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. തീർച്ചയായും അത്തരത്തിലുള്ള സവിശേഷത ഉണ്ടായിരിക്കും എന്ന് 100% ഉറപ്പാണ്. കാണാനോ തൊട്ടു നോക്കാനോ പറ്റും. അതുപോലെ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും അവയെല്ലാം. ഓക്കെ, അത്തരത്തിലുള്ള വസ്തുക്കളെ നമ്മൾ സാധനങ്ങൾ അഥവാ ഗുഡ്സ് എന്ന് പറയുന്നു. അതുപോലെ നിങ്ങളിപ്പോൾ എഴുതിയ സാധനങ്ങളെല്ലാം നിർമ്മിക്കുവാനും വിതരണം ചെയ്യുവാനും ധാരാളം ആളുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സേവനങ്ങൾ അതായത് സർവീസ്. എന്താണ് സേവനം? നമ്മളൊരു ഉദാഹരണം നോക്കാം. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പുസ്തകം അത് അച്ചടിച്ചത് എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അല്ല അല്ലേ, അത് കുറേ അകലെയുള്ള ഏതെങ്കിലും ഒരു പ്രസ്സിലായിരിക്കും അച്ചടിച്ചിട്ടുണ്ടാവുക. അത് നിങ്ങളുടെ കയ്യിലെത്തുന്നത് പല ആളുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അതായത് പുസ്തകം ഏതൊക്കെ പ്രക്രിയയിലൂടെയാണ് നിങ്ങൾക്ക് എത്തുക എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് പുസ്തകം പ്രിൻ്റ് ചെയ്യാനുള്ള പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ പുസ്തകങ്ങളെ നമ്മൾ തലച്ചുമടയായോ അങ്ങനെ ലോഡായി എടുത്ത് ഒരു വാഹനത്തിൽ ലോഡ് കയറ്റുന്നു. ആ വാഹനത്തിൽ ഗതാഗത സൗകര്യമൊരുക്കുന്ന ആൾക്കാർ ആ വാഹനത്തിൽ ആ പുസ്തകത്തിൻ്റെ വിതരണക്കാരൻ്റെ അടുത്തെത്തിക്കുന്നു. വിതരണക്കാർ ആ പുസ്തകത്തെ നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഒരുപാട് ഘട്ടമായാണ് പുസ്തകം നമ്മളുടെ കയ്യിലെത്തുന്നത് അല്ലേ. അപ്പം ആദ്യം പുസ്തകം നിർമ്മിക്കുന്ന ആ വസ്തുവാണ് പുസ്തകം. ആ നിർമ്മിച്ച പുസ്തകം, അതായത് ആ നമ്മളുടെ കയ്യിലുള്ള നമ്മൾക്ക് നിർമ്മാണം കഴിഞ്ഞ ഗുഡ്സ്, അതായത് സാധനം, പുസ്തകം എന്ന സാധനം നമ്മളുടെ കയ്യിലെത്തുന്നതിന് വേണ്ടി മറ്റുള്ള ആൾക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്? അവർ ചെയ്യുന്ന കാര്യമാണ് സേവനം. അതായത് നമ്മളുടെ ഗതാഗതം അതൊരു സേവനമാണ്. ഗതാഗതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ട്രാൻസ്പോർട്ടേഷൻ, ആ ഗുഡ്സ്, അതായത് ആ പർട്ടിക്കുലർ സാധനത്തെ ഒരു വണ്ടിയിൽ കയറ്റി നമ്മളുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഗതാഗത സൗകര്യമൊരുക്കുന്ന ആ ഗതാഗതം ഒരു സേവനമാണ്. അതുപോലെ ആ പുസ്തക വിതരണക്കാരൻ എന്താണ് ചെയ്യുന്നത്? പുസ്തകം നിർമ്മിക്കുകയല്ല അയാൾ ചെയ്യുന്നത്. അയാൾ ആ പുസ്തകം ഗതാഗതം വഴി ഇവിടെ എത്തിയ പുസ്തകം വാങ്ങിച്ചു വെച്ച് നമ്മളുടെ വീട്ടിലെത്തിക്കുന്നു. അപ്പോൾ അത് മറ്റൊരു സേവനമാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള തൊഴിലാളികളും ഗതാഗത സൗകര്യമൊരുക്കുന്നവരും പുസ്തക വിതരണക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരെല്ലാം നമുക്ക് നൽകുന്നത് സേവനങ്ങളാണ്. സേവനങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല, മറിച്ച് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പം ഈ പുസ്തകം ഇവിടെ കൊണ്ടുവന്ന് ഒരു സാധനം, ആ സാധനത്തെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. നിങ്ങളുടെ പുസ്തകത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. പക്ഷേ ഒരു സേവനം, അയാൾ ആ പുസ്തകം കൊണ്ട് തന്നു കഴിഞ്ഞു, നമ്മളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സേവനം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സേവനത്തെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ സേവനത്തെ നമുക്ക് തൊട്ട് മനസ്സിലാക്കുവാനോ കഴിയില്ല, മറിച്ച് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് സേവനം. ഉദാഹരണത്തിന് അധ്യാപനം ഒരു സേവനമാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. ആ പഠിപ്പിച്ചു തരുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് അത് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് കാണാനോ അല്ലെങ്കിൽ തൊട്ടു നോക്കാനോ പറ്റുന്നില്ല. അത് ഒരു സേവനമാണ്.
അതുപോലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഡോക്ടർമാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് തരുന്നത് സേവനങ്ങളാണ്. ഒരു ഡോക്ടർ നമ്മുടെ രോഗം മനസ്സിലാക്കുന്നു, ആ രോഗത്തിനുള്ള മരുന്ന് നമുക്ക് പറഞ്ഞു തരുന്നു, ആ മരുന്ന് നമ്മൾ വാങ്ങിക്കഴിച്ച് നമ്മുടെ രോഗം മാറുന്നു. പക്ഷേ ആ ഡോക്ടറുടെ അറിവ് അതൊരു സേവനമായി നമുക്ക് കിട്ടുകയാണ്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ബാങ്കിലെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു, അതൊരു സേവനമാണ്. അത്തരത്തിലുള്ള നമുക്ക് കാണുവാനോ സ്പർശിക്കുവാനോ എപ്പോഴും പറ്റാത്തതും മറിച്ച് അനുഭവിച്ചറിയാൻ പറ്റുന്നതുമായ കാര്യങ്ങളെയാണ് നമ്മൾ സേവനങ്ങളെന്ന് പറയുന്നത്, അല്ലേ? അപ്പം നാം ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങളും സേവനങ്ങളുമൊക്കെ ഒരു പട്ടിക ഉണ്ടാക്കിയാൽ ഒരുപാടുണ്ടാകും. കാരണം നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ഒരുപാട് പേരുടെ സേവനങ്ങളും നമ്മൾ അനുഭവിക്കാറുണ്ട്. അങ്ങനെ നമുക്കൊരു പട്ടിക ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ടാകും അതിൽ. അപ്പം ഇത്രയും സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പം നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഒരു സാധനം ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഒരു സേവനം അവിടുന്ന് തുടങ്ങാതെ നമുക്ക് കിട്ടില്ല. അപ്പം സ്ഥിരമായി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഉൽപ്പാദനം അഥവാ പ്രൊഡക്ഷൻ എന്നാൽ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഉൽപ്പാദനമെന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ ആവശ്യം നിറവേറ്റാനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഉൽപ്പാദനത്തിൻ്റെ ഫലമായി ലഭിക്കുന്നത് എന്താണോ അതാണ് ഉൽപ്പന്നം. അപ്പം നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടുന്നു. ആ പ്രോഡക്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ഉൽപ്പാദനം, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്ന അവസാനത്തെ സാധനമാണ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു സാധനം നെല്ല് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റാണ്. നെല്ലൊരു പ്രോഡക്റ്റാണ്, അല്ലേ? നെല്ല് നമുക്ക് കിട്ടുന്നു. അപ്പം നെല്ല് നമുക്ക് കിട്ടണമെങ്കിൽ അത് ഒരു ഉൽപ്പാദന വ്യവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ പാസ്സാവേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവസാനം നെല്ലുണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ ഒറ്റയടിക്ക് നോക്കിയാൽ നെല്ല് കിട്ടുമോ? ഇല്ല. നമ്മൾ നെല്ല് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ നിലമൊരുക്കണം, വിത്ത് വിതയ്ക്കണം, അത് കഴിഞ്ഞിട്ട് വിതച്ച വിത്ത് ഞാറാകുമ്പോൾ ആ ഞാറിനെ പറിച്ചെടുക്കണം, ആ ഞാറിനെ നേരെ ഒരേ അകലത്തിൽ നടണം, അല്ലേ? പിന്നെ നട്ടതിന് ശേഷം കളയുണ്ടാവുകയാണെങ്കിൽ കള പറിച്ച് കളയണം, അത് കഴിഞ്ഞിട്ട് വളം വിതറിക്കൊടുക്കണം, വളം വിതറിക്കൊടുത്ത് നെല്ലൊക്കെ വലുതായി വരുമ്പോൾ അതിനെ കൊയ്തെടുക്കണം, അതിൻ്റെ കറ്റ കെട്ടി അതിനെ മെതിച്ചെടുക്കണം. മെതിച്ച നെല്ലിനെ നമ്മൾ ശേഖരിച്ച്, അതായത് നെല്ല് വേറെ പതിര് വേറെയാക്കി വേർതിരിച്ച് നെല്ലിനെ ശേഖരിച്ച് സഞ്ചിയിൽ അല്ലെങ്കിൽ വലിയ ചാക്കുകളിലാക്കി വെക്കുന്നു. അങ്ങനെയാണ് നമുക്ക് നെല്ല് കിട്ടുന്നത്. അപ്പം നെല്ല് എന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നെല്ല് എന്ന ഉൽപ്പന്നം നമ്മളിലേക്ക് എത്താൻ ഒരുപാട് ഉൽപ്പാദന ഘട്ടങ്ങളിലൂടെ അത് പാസ്സാവേണ്ടതുണ്ട്. ഒരുപാട് ഉൽപ്പാദന ഘട്ടങ്ങളിലൂടെ അത് കടന്നു വന്നിട്ടാണ്, അതായത് വിവിധ ഘട്ടങ്ങളിലൂടെ പാസ്സായാണ് നമുക്ക് അവസാനം ഒരു ഉൽപ്പന്നം കിട്ടുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ നിന്നും നെല്ലിൻ്റെ ഉൽപ്പാദന ഘട്ടങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കാണാം. നോക്കൂ, ഒന്നാമത്തെ ചിത്രം നമ്മൾ നിലമൊരുക്കുന്നതാണ്. രണ്ടാമത്തത് ഞാറ് പറിച്ചെടുക്കുകയാണ്. രണ്ടാമത്തത് നമ്മൾ നെല്ല് വിതയ്ക്കുന്നു. മൂന്നാമത്തത് ഞാറ് പറിച്ചെടുക്കുന്നു. ഞാറ് പറിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഞാറ് ഒരേ അകലത്തിൽ നടുന്നു. അതിനുശേഷം വളം വിതറുന്നു. വളം വിതറിയതിന് ശേഷം നെല്ല് വലുതായി വന്നു. ആ നെല്ലിനെ നമ്മൾ കൊയ്തെടുത്തു. പിന്നെ ഒരു മെതിയന്ത്രത്തിൻ്റെ പടം കാണിക്കുന്നുണ്ട്. അതിൽ മെതിച്ചെടുക്കുന്നതാണ് നമുക്ക് നെല്ലായി കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് നെല്ല് എന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? ആ ഘട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ ഉൽപ്പാദന പ്രക്രിയയിൽ ഏതെല്ലാം ഘടകങ്ങളുടെ പങ്കാളിത്തമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തൊക്കെ ഘടകങ്ങൾ വേണം നമുക്കവിടെ? തീർച്ചയായും ഒരുപാട് ഘടകങ്ങൾ വേണം, അല്ലേ? അപ്പോൾ അതിൽ ഒന്നാമത്തത് പ്രകൃതി വിഭവങ്ങൾ വേണം. അതായത് നിലമുണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ നെല്ല് നടാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ, അതായത് ഭൂമി വേണം, ജലം വേണം, അങ്ങനെയുള്ള പ്രകൃതി വിഭവങ്ങൾ വേണം. രണ്ടാമത് നമുക്ക് എന്ത് വേണം? തൊഴിലാളികൾ വേണം. അപ്പം ഭൂമിയുണ്ട്, ജലവുമുണ്ട്. പക്ഷേ നെല്ല് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തൊഴിലാളികൾ വേണം. മൂന്നാമതായി നമുക്ക് എന്ത് വേണം? നെല്ലൊക്കെ നട്ടുവെച്ചു, നമുക്കതിന് ആവശ്യത്തിനുള്ള വളമില്ല അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കാനുള്ള യന്ത്രങ്ങളില്ലെങ്കിൽ നമുക്ക് ആ നെല്ല് നല്ല രീതിയിൽ വളർത്തിയെടുത്ത് കൊയ്തെടുക്കാൻ പറ്റില്ല, അല്ലേ? അപ്പം നമുക്ക് മൂന്നാമതായി വേണ്ടത് മനുഷ്യനിർമ്മിത വസ്തുക്കൾ വേണം. അതായത് മനുഷ്യനിർമ്മിതങ്ങളായ വസ്തുക്കൾ. വളം മനുഷ്യനിർമ്മിതമാണ്, അതുപോലെ ജൈവവളമുണ്ട്, അതായത് രാസവളങ്ങൾ നമ്മൾ ഇടാറുണ്ട്, മനുഷ്യനിർമ്മിതമായ വളങ്ങൾ. പിന്നെ വിത്ത് വേണം, അതുപോലെ യന്ത്രങ്ങൾ വേണം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉൽപ്പാദന ഘടകങ്ങളായി വേണം. അപ്പം നമ്മൾ നേരത്തെ കണ്ടു, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ
ഉൽപ്പാദന ഘട്ടങ്ങളിലൂടെ പാസ്സാവേണ്ടതുണ്ട്. ഒരുപാട് ഉൽപ്പാദന ഘട്ടങ്ങളിലൂടെ കടന്നു വന്നാണ് ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നത്. ഈ ഉൽപ്പാദന ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്നതിന് ഒരുപാട് ഉൽപ്പാദന ഘടകങ്ങൾ വേണ്ടതുണ്ട്. അപ്പം ഒരു നെൽകൃഷിയിൽ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ, തൊഴിലാളികൾ, പിന്നെ മനുഷ്യനിർമ്മിത വസ്തുക്കളായ വിത്ത്, വളം, യന്ത്രങ്ങൾ, അങ്ങനെ ഒരുപാട് മനുഷ്യനിർമ്മിത വസ്തുക്കളും നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായി മാത്രമേ നമുക്ക് ഉൽപ്പാദനം നടക്കുകയുള്ളൂ. അത് നമുക്ക് മനസ്സിലായ കാര്യമാണല്ലേ. അല്ലാതെ ഒറ്റയടിക്ക് ഒരു ഉൽപ്പാദനം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു സാധനം അങ്ങോട്ട്, ഒരു നെല്ലിൻ്റെ വിത്ത് അങ്ങ് ഇട്ട് കൊടുത്തു, ഇപ്പുറത്തുനിന്ന് കുറേ നെല്ലിങ് എടുക്കുക, അങ്ങനെ പറ്റുമോ? പറ്റൂല അല്ലേ. ഒരു നെല്ലിൻ്റെ വിത്ത് അങ്ങോട്ടിട്ടാൽ ഇപ്പുറത്തുനിന്ന് കുറേ നെല്ല് കിട്ടൂല. നെൽവിത്തിനെ നമ്മൾ ഒരുപാട് വിവിധ ഘടകങ്ങളുടെ സഹായത്തോടു കൂടി വിവിധ ഘട്ടങ്ങളിലൂടെ വളർത്തിയെടുത്ത് അതിൻ്റെ പ്രോസസ്സുകളൊക്കെ ചെയ്ത് വേണം നമുക്ക് നെല്ല് കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ അല്ലേ. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്ന ഉൽപ്പന്നമാണ് അവസാന ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന നെല്ല്. അങ്ങനെ നമുക്ക് ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ നമ്മൾ എന്ത് പേര് വിളിക്കുമെന്നറിയുമോ? ഉൽപ്പാദന ഘടകങ്ങൾ. ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് ഉൽപ്പാദന ഘടകങ്ങൾ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഉൽപ്പന്നം അഥവാ പ്രോഡക്റ്റ് എന്താണെന്ന് പഠിച്ചു. ഉൽപ്പാദനം, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന രീതിക്കാണ് നമ്മൾ ഉൽപ്പാദനം എന്ന് പറയുന്നത്, അത് പഠിച്ചു. പിന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദന ഘട്ടങ്ങളെ പറ്റി പഠിച്ചു. വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പഠിച്ചു. അതുപോലെ ഉൽപ്പാദന ഘടകങ്ങളെ പറ്റി പഠിച്ചു. അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ നമ്മൾ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതിയല്ലേ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.